ഷിരൂരിലേക്കാണ് ആദ്യം. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. നിലവിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിച്ച സാമഗ്രികളെല്ലാം തിരികെ കൊണ്ടുപോയി. നദിയിലെ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്താണ് തീരുമാനം. രക്ഷാപ്രവർത്തനത്തിനായി പുതിയ ഉപകരണങ്ങൾ എത്തിക്കുന്നത് വരെയാണ് തിരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നത് എന്ന് അധികൃതർ പറയുന്നു. വിവരങ്ങളുമായി പി.കെ. സരീഷ് ചേരുകയാണ്. സരീഷ്, എന്ത് വന്നാലും അർജുനു വേണ്ടിയുള്ള ദൗത്യം അത് തുടരണം എന്ന കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. 4 ദിവസത്തേക്കെങ്കിലും ദൗത്യം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു അല്ലേ? ഒപ്പം തന്നെ ഈ 21 ദിവസത്തെ മഴ മുന്നറിയിപ്പ് അതും കൂടുതൽ ആശങ്കയാവുകയാണല്ലോ. പതിമൂന്ന് ദിവസമായി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇനി 4 ദിവസം തിരച്ചിൽ നടക്കില്ല എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കാരണം മാനുഷികമായും നിലവിലെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള പരിശോധനയുമെല്ലാം പൂർത്തിയായി. അതിലൊന്നും വാഹനം എവിടെയാണ്, അതോടൊപ്പം തന്നെ അർജുൻ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ യന്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ആ യന്ത്രങ്ങൾ എത്തിക്കണമെങ്കിൽ 4-5 ദിവസം വേണ്ടിവരും. തൃച്ചിയിൽ നിന്നാണ് ഈ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 4-5 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ആ വാഹനം എത്തിക്കാനാകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അത്രയും ദിവസം ഈ കരയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഉള്ള തിരച്ചിൽ നടക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അല്പം മുൻപ് മന്ത്രിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാലാവസ്ഥ വലിയൊരു വെല്ലുവിളിയാണ്. അടുത്ത 21 ദിവസം തുടർച്ചയായി ഈ മേഖലയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് പ്രാവർത്തികമാവുന്ന കാര്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. അതോടൊപ്പം തന്നെ ഇനി കാലാവസ്ഥ ശരിയാകാതെ രക്ഷാപ്രവർത്തനം നടക്കില്ല എന്ന് കൂടി ആ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കണം. കൃത്യമായി ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അല്ലെങ്കിൽ അനിശ്ചിതമായി നീളും എന്നല്ലെങ്കിൽ ഇനി തുടരുന്നത് അനിശ്ചിതമായി നീളും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത്രയും കാലം യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം നീട്ടിവെച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം ഓരോ ദിവസവും വാഹനം ഈ ഓരോ സ്ഥലത്താണ് കണ്ടെത്തുന്നത്. സിഗ്നലുകൾ പരിശോധിക്കുമ്പോൾ ഈ ദിവസം കാണുന്ന സിഗ്നലല്ല അടുത്ത ദിവസം കണ്ടെത്തുന്നത്. അങ്ങനെ ഓരോ ദിവസവും സിഗ്നലുകൾ മാറി മാറി വരുന്നു. അതിനർത്ഥം ഈ വാഹനം ഉൾപ്പെടെയുള്ളവ ഈ ശക്തമായ ഒഴുക്കിൽ നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 21 ദിവസത്തിലേറെ ഈ രക്ഷാപ്രവർത്തനം നീട്ടിവെച്ചാൽ എന്തായാലും പിന്നീട് കണ്ടെത്താനാകുമോ എന്ന സംശയമുണ്ട്. എന്തായാലും ഔദ്യോഗികമായൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടവും മന്ത്രിയുമായുള്ള ചർച്ച നടക്കുകയാണ്. അതിനിടയിലാണ് കേരളം അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നത്. രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും നിർത്തിവെക്കരുത്, തുടർന്നേ മതിയാവൂ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലവിൽ കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും കത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിൽ കേരളത്തിൽ നിന്നുള്ള MLA മാർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുമായി ഒരു കൂടിയാലോചനയും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിലെ യോഗത്തിൽ മാത്രമാണ് അവർക്കൊരു പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 3 MLA മാർ സംസ്ഥാനത്തു നിന്നുള്ള 3 MLA മാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യ നാൾ മുതൽ AK മഷ്റഫ് ജില്ലാ ഭരണകൂടവുമായും ഒപ്പം തന്നെ സ്ഥലം MLA-യുമായും ഒക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും MLA-മാർ അതായത് 4-5 MLA-മാർ അവിടെ കേരളത്തിൽ നിന്നുള്ള 4-5 MLA-മാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. MP എത്തുന്നു, 2 മന്ത്രിമാർ നേരിട്ടെത്തുന്നു, മുഖ്യമന്ത്രി അവിടുത്തെ കർണാടക മന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയക്കുന്നു. ഇതെല്ലാം കേരളത്തെ കൊണ്ടാകുന്നതൊക്കെ ചെയ്തു. ഇന്നലെ വരെ പറയാത്ത ഒരു പുതിയ കാര്യം ഇന്ന് പറയുന്നു. പുതിയൊരു യന്ത്രം വരേണ്ടതുണ്ട്, 4 ദിവസത്തിനകം അത് എത്തിച്ചേരുമെന്ന് പറയുന്നു. ഇതെല്ലാം പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. ഈ യന്ത്രം 4 ദിവസം കൊണ്ടെത്തിയില്ലെങ്കിൽ വീണ്ടും ഒരു പക്ഷേ ഈ ദൗത്യം നീണ്ടുപോയേക്കാം. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പ് നിൽക്കുന്നു, 21 ദിവസത്തെ മഴ മുന്നറിയിപ്പ് നിൽക്കുന്നു. ഇതൊക്കെ കൂടി വായിക്കുമ്പോൾ ഇതിനെ ഈ ദൗത്യം അവസാനിപ്പിക്കാനുള്ള അതിന് മുന്നോടിയായുള്ള എന്തെങ്കിലും ഒരു സൂചനയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ അനുമാനിച്ചാലും തെറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇനി എത്രത്തോളം അല്ലെങ്കിൽ ഈ വാഹനം പുറത്തേക്കെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. ഈ ക്യാബിൻ അല്ലെങ്കിൽ വാഹനം കണ്ടെത്തുക ഈ 13 ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും വാഹനം ഇവിടെയുണ്ട് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വാഹനം ഇവിടെയുണ്ട് എന്ന് കൃത്യമായി പറയാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം പരിശോധന നടത്താൻ ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് പോലും
പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി വാഹനം കണ്ടെത്താൻ വാഹനം ഇവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ അർജുൻ ഈ വാഹനത്തിലുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഡൈവ് ചെയ്ത് പരിശോധിച്ചു. ഇന്നലെയും ഇന്നും അവിടെ പരിശോധന നടത്തി. പക്ഷേ അവിടെ ഒന്നും കൃത്യമായി വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് അവസാനമായി മാൽപ്പ പറഞ്ഞ കാര്യം, താഴേക്ക് പോകും തോറും കല്ലും മണ്ണും മരങ്ങളും മാത്രമാണുള്ളത്, വാഹനം അവിടെ ഉണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണവും തങ്ങൾക്ക് കണ്ടെത്താനാകുന്നില്ല. പല സ്ഥലങ്ങളിൽ പരിശോധന നടത്തി, അവിടെയെല്ലാം വളരെ ദുഷ്കരമാണ് ഈ ഇറങ്ങിയുള്ള പരിശോധന. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എത്ര വലിയ പരിശോധന നടത്താനും സാധിക്കില്ല. ഈ വെള്ളം കുറയേണ്ടതുണ്ട്, ഒഴുക്ക് കുറയേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കളറെങ്കിലും മാറേണ്ടതുണ്ട്. അത് വിസിബിലിറ്റി ഉണ്ടാവണം എന്ന കാര്യമാണ് മാൽപ്പെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വിസിബിലിറ്റിയും ഒപ്പം തന്നെ ജലനിരപ്പ് കുറയുകയും ഒഴുക്ക് കുറയുകയും ചെയ്താൽ മാത്രമേ ഇനിയൊരു രക്ഷാപ്രവർത്തനം സാധ്യമാകൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കർണാടക സർക്കാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞത്. അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, MLA പറയുന്നത് 4 ദിവസത്തേക്ക് മാത്രം നിർത്തിവെക്കുന്നു, അത് കഴിഞ്ഞാൽ യന്ത്രങ്ങൾ എത്തിക്കും, വീണ്ടും രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ മന്ത്രി എത്തിയപ്പോൾ മന്ത്രി പറഞ്ഞത് വരുന്ന ദിവസങ്ങളിലെല്ലാം മഴയാണ്, ശക്തമായ മഴയുണ്ട്, 21 ദിവസം മഴയാണ്, അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ സാഹചര്യം ഇത് ഈ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ദൈവം സഹായിച്ചാൽ കാലാവസ്ഥ മാറിയാൽ നമുക്ക് വീണ്ടും തുടരാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ട് നിലപാടുകൾ. ഇതിൽ നിന്നും വായിക്കേണ്ടത് ഇനി പരിശോധന തുടരുന്നു എന്നുള്ളത് എത്രത്തോളം തീർച്ചയായും സരീഷ് തന്നെയാണ് ആശങ്കയെ നിലനിൽക്കുന്നതും. ഇനി എങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഒരു മലയാളിയാണ് അർജുനൊപ്പം തന്നെ രണ്ടുപേരും കൂടിയുണ്ട്. ഇവരെ രക്ഷിക്കാനുള്ള ദൗത്യം കേരള സർക്കാർ ആകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതെല്ലാം നമ്മൾ കാണുന്നതുമാണ്. മന്ത്രിമാർ അടക്കം അവിടെ ചെന്നു, MLA മാർ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം, MP എത്തുന്ന സാഹചര്യം, പാർലമെന്റ് സെഷൻ പോലും ബഹിഷ്കരിച്ച് MP ചെല്ലുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ രക്ഷാപ്രവർത്തനം ദൗത്യമൊക്കെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ്. കർണാടക സർക്കാർ എന്താണെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം.